ദില്ലി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം ശക്തി പ്രാപിക്കുകയാണ്. ഈ മാസം 27 വരെ അതിശൈത്യം തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. മൂടൽമഞ്ഞ് രൂക്ഷമായതോടെ നോർത്തേൺ റെയിൽവേയുടെ ഭൂരിഭാഗം ട്രെയിനുകളും വൈകിയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. വ്യോമഗതാഗതത്തെയും മൂടൽമഞ്ഞ് ബാധിച്ചിട്ടുണ്ട്. നിയന്ത്രണങ്ങൾ ശക്തമാക്കിയിട്ടും വായു ഗുണനിലവാര സൂചിക ദില്ലിയിൽ ഗുരുതര വിഭാഗത്തിൽ തുടരുകയാണ്. പിയ സുനിലുണ്ട്. പിയ സുനിലിനെ കണ്ടു. അവിടെ ദൃശ്യപരത വിസിബിലിറ്റി 0 എവിടെ? ദില്ലിയിൽ. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പിയ സുനിലിനെ കാണുന്നു. പിയ സുനിൽ, വെരി ഗുഡ് മോർണിംഗ് പിയ സുനിൽ. പിയ സുനിലിനെ ഒരു മഞ്ഞു പുതച്ച പശ്ചാത്തലത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. ഇത് മൂന്നാറിലൊക്കെ ആയിരുന്നെങ്കിൽ ഹോ എന്ന് നമ്മൾ പറയും. ഇതിപ്പോ അയ്യോ എന്ന് വിളിക്കേണ്ട സാഹചര്യമാണ് ദില്ലിയിൽ എന്ന് തോന്നുന്നു. വിസിബിലിറ്റി 0. ആളുകളൊക്കെ എന്നിട്ടും രാവിലെ ജോഗ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട്. ഇന്നും വായു ഗുണനിലവാര സൂചിക അല്പം മോശമാണെന്ന് കേൾക്കുന്നു. പിയ സുനിൽ, എന്താ അവസ്ഥ ദില്ലിയിൽ? അരുൺ, ഇന്നും ശക്തമായ മൂടൽമഞ്ഞ് തന്നെയാണ്. വായു ഗുണനിലവാര സൂചിക 300-നും 400-നും ഇടയിലാണ് പല മേഖലകളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതായാലും രാവിലെയൊക്കെ തന്നെ ഇന്ത്യ ഗേറ്റ് പരിസരം സജീവമാണ്. ഒരുപാട് കുട്ടികളൊക്കെ തന്നെ ഇവിടെ ജോഗിങ്ങിനൊക്കെ ആയി വന്നിട്ടുണ്ട്. ഏതായാലും വായു മലിനീകരണം ശക്തമാണ്, ഒപ്പം തന്നെ മൂടൽമഞ്ഞും ശക്തമാണ്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആകെ ശക്തമായ മൂടൽമഞ്ഞാണ്. വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴേക്ക് പോകും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതാണ്. ഇപ്പോൾ ദില്ലിയിലെ താപനില എന്നത് 10 ഡിഗ്രിക്ക് താഴെയാണ്. വരും ദിവസങ്ങളിൽ അതിലും താഴേക്ക് താപനില പോകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായി സ്വാഭാവികമായും മൂടൽമഞ്ഞ് ശക്തിപ്പെടും. അപ്പോൾ ദില്ലിയിലെ പ്രത്യേക സാഹചര്യം എന്നത് ഈ വായു മലിനീകരണം തന്നെയാണ്. ഈ വായു മലിനീകരണത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾ ദില്ലിയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. ഭാരവാഹനങ്ങൾക്കൊക്കെ തന്നെ നിരോധനമാണ്. ഏതായാലും ശക്തമായ മൂടൽമഞ്ഞിനെ തുടർന്ന് വ്യോമഗതാഗതം ആകെ രാവിലെ സമയങ്ങളിലൊക്കെ തന്നെ താറുമാറായ അവസ്ഥ തന്നെയാണ്. കാരണം ഒരുപാട് വിമാനങ്ങൾ വൈകിയാണ് ഓടുന്നത്. മാത്രമല്ല ട്രെയിൻ ഗതാഗതത്തെയൊക്കെ തന്നെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഗേറ്റിലെ രാജ്പഥിൽ കുറെ കുട്ടികളുണ്ട്. कहाँ से आए? तुम इतना सुबह आया, फॉग है और ये पोल्यूशन है. फिटनेस के लिए, वो वॉक के लिए. ഫിറ്റ്നസ് के लिए അവരവരുടെ എക്സർസൈസിനൊക്കെയായി രാവിലെ വന്നതാണ്. ഏതായാലും ശക്തമായ മൂടൽമഞ്ഞുണ്ട്, വായു മലിനീകരണമുണ്ട്. ഏതായാലും ഡൽഹിയിൽ വായു മലിനീകരണമൊക്കെ തന്നെ പരിഹരിക്കാനുള്ള ശക്തമായ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മൂടൽമഞ്ഞ് ഗതാഗതത്തെയും, പ്രത്യേകിച്ച് റോഡ് ഗതാഗതത്തെയും വ്യോമഗതാഗതത്തെയും റെയിൽ ഗതാഗതത്തെയും ഒക്കെ തന്നെ സാരമായി ബാധിക്കുന്നുമുണ്ടായിരുന്നു. ഓക്കെ, നല്ല തണുപ്പുമാണ് എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും നല്ല തണുപ്പ് ഡൽഹിയിൽ കൂടി വരികയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 ഡിഗ്രിയാണ് ദില്ലിയിലെ കുറഞ്ഞ താപനില എന്നത്. അത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ 7-ഉം 6-ഉം ഒക്കെയായി കുറയാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ജനുവരി മാസത്തേക്ക് അടുക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ദൃശ്യങ്ങൾ നോക്കൂ. അവിടെ ദൂരെ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും നമുക്ക് കണ്ടാൽ അറിയില്ല. വാഹനങ്ങളൊക്കെ സാവധാനം പോയില്ലെങ്കിൽ, മനുഷ്യർ തന്നെ സാവധാനം നീങ്ങിയില്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന അവസ്ഥയിലാണ്. അത്ര മോശമാണ് അവിടുത്തെ കാഴ്ച പരിധി എന്ന് പറയുന്നത്. വ്യോമഗതാഗതത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഈ ദൃശ്യം. സൂര്യൻ ഇങ്ങനെ പതുക്കെ ഉയർന്നു വരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം, ഈ സമയത്ത് ദില്ലിയിൽ വായു മലിനീകരണമൊക്കെ ഉണ്ടെങ്കിലും ഈ തണുപ്പ് ആസ്വദിച്ച് ദില്ലിയിലൂടെ നടക്കുന്നത് വേറൊരു ഫീലാണ്. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ആ വായു ഗുണനിലവാരം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതുകൂടി ഒന്ന് മാറിയാലുണ്ടല്ലോ. ശൈത്യകാലത്ത് ദില്ലിയിലൂടെ നടക്കലൊക്കെ നല്ല രസമുള്ള കാര്യമാണ്. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നല്ല മസാല ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം. നല്ല സൂപ്പറായിട്ടുള്ളൊരു ഫീലാണ് ഡൽഹി. പക്ഷേ ഈ വായു ഗുണനിലവാര സൂചിക മോശമാവുന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. പ്രേക്ഷകർക്ക് കാണാം, വലിയ ഫോഗാണ്, തിക് ഫോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ രാഷ്ട്രപതി ഭവനൊക്കെ കാണേണ്ടതാണ്, ഇന്ത്യ ഗേറ്റ് കാണേണ്ടതാണ്. ഇതൊന്നും നമ്മൾ കാണുന്നില്ല. അവിടെ ബാരിക്കേഡുകളൊക്കെ വെച്ചിരിക്കുന്നത് ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചില പരിപാടികളുടെ റിഹേഴ്സലുകളാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. മെട്രോ നഗരത്തിലൂടെ വാഹനങ്ങൾ പോകുന്നത് കാണാം. വലിയ തിരക്കൊന്നുമില്ല ഇപ്പോൾ ഈ കർത്തവ്യ പഥിലും എല്ലാം.